ഹായ്, പുതിയൊരു സ്വാഗതം. ഇതൊന്നിരിക്കുന്നത് കൊണ്ടൽ. കഴിഞ്ഞ ഓണത്തിനായിരുന്നു RDX ഇറങ്ങിയത്. ഒരു വൈബിന് അടിച്ച് കാണാൻ പറ്റിയ ഒരു പടമായിരുന്നു RDX. അതിനു മുമ്പ് തല്ല് മല ഉണ്ടായിരുന്നു. ഈ വർഷം എല്ലാവരും കാത്തിരുന്ന സിനിമയാണ് കൊണ്ടൽ. ഇതിൻ്റെ ട്രെയിലർ എല്ലാവരും കണ്ടു കാണും. ഒരു കാണുമ്പോഴേ അറിയാം, ഒരു അടിപ്പടം, മൊത്തത്തിലൊരു അടിപ്പടം. അത് പ്രതീക്ഷയായിരിക്കും എല്ലാവരും പോകുന്നത്. ഞാനും അത് പ്രതീക്ഷയാണ് പോയത്. കൊണ്ടൽ ഡയറക്ടർ അജിത് മാടപ്പള്ളി, റൈറ്ററും പുള്ളിയാണ്. പിന്നെ 2 പേര് വേറെ ഉണ്ട്. നിങ്ങളൊരു അജഗജാന്തരം RDX ഇതേപോലത്തെ ഒരു എന്നുവെച്ചാൽ തല്ലുമാല ഇതേപോലത്തെ ഉള്ള ഒരു അടിപ്പടം ഫുൾ ഒരു അടിപ്പടം പ്രതീക്ഷ പോകുകയാണെങ്കിൽ നിരാശയായിരിക്കും. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷ പോയ ഒന്നും പടത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പം ടോട്ടലി ഈ അജിത് മാടപ്പള്ളിയുടെ മേക്കിംഗ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മേക്കിംഗ് ആയാലും കൂടുതലും കടൽ തീരത്തിനെ പശ്ചാത്തലമാക്കിയാണ് ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത്. പക്ഷെ അതൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. സ്റ്റാറിങ് നോക്കുകയാണെങ്കിൽ ആൻ്റണി പെപ്പയുണ്ട്, രാജ് ബി ഷെട്ടി ഉണ്ട്, പിന്നെ ഗൗതമി നായർ, ഉഷയുണ്ട്, പഴയ ഒരു ആക്ട്രസ്സാണ്. പിന്നെ കുറേ കോമഡി സ്റ്റാർസിലുള്ള കുറേ പേരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നന്ദു ഉണ്ട്. പെർഫോമൻസ് ഒക്കെ നല്ലതായിട്ടുണ്ട്, കിടിലനായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കണ്ണമ്പായി ഉണ്ട്. കണ്ണമ്പായി ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ പീസ് എന്ന് പറഞ്ഞാൽ കണ്ണമ്പായിയാണ്. കണ്ണമ്പായിക്ക് പകരം വേറെ ആരെങ്കിലും കൂടെ ആ ഒരു ഇതിനകത്ത് കാസ്റ്റ് ചെയ്തെങ്കിൽ കുറച്ചും കൂടെ നല്ലോണം പോയെന്ന് തോന്നി. പിന്നെ പടത്തിൻ്റെ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ തുടക്കം ഈ നമ്മൾ കാണാൻ ചെന്നിരിക്കുമ്പോൾ ആ ഒരു പടത്തിലോട്ട് എല്ലാവരും കയറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഇതിനകത്ത് വർക്കായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം തുടങ്ങുന്നുണ്ട്. നമ്മളിപ്പം വരും, നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നത് എന്തുവാ, ഒരു അടിപൊളി ഒരു ഇടിപ്പടം പ്രതീക്ഷയാണ് പോണത്. അപ്പോൾ ആദ്യമേ ചെന്ന് ഒരു വിഷയം ഉണ്ടാകുന്നുണ്ട്, ഒരു മീൻ്റെ ഒരു വിഷയം വരുന്നുണ്ട്. ഉഷയാണ് ആ പഴയ ആക്ട്രസ്, പുള്ളിക്കാരിയാണ് ഇതിനകത്ത് മെയിൻ നേതാവായിട്ട് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ ഇടി കൊടുക്കും, നമ്മളെ കൊണ്ട് ഇടി കൊടുക്കുമെന്ന് തോന്നിപ്പിച്ചിട്ട് അവിടെയും പാളിപ്പോയി. പിന്നെ അടുത്തത് ഇടി വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഒരു ബാറി വെച്ചാണ് തുടങ്ങിയത്, അവിടെയും പാളിപ്പോയി. ഇത് എപ്പോഴാണ് ഇടി വരുന്നതെന്ന് നോക്കിയിരുന്ന് പിന്നെ അങ്ങോട്ട് ബോട്ടിലോട്ട് പോവാണ്. ബോട്ടിലെ സീനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഞാൻ പറയാം, സെക്കൻഡ് ഹാഫിലെ കാര്യം ഞാൻ പിന്നെ പറയാം. ഫസ്റ്റ് ഹാഫിലെ കാര്യം എന്ന് പറയുന്നത് ബോട്ടിലെ കാര്യം, ബോട്ടിൽ വെച്ച് 2-3 ഉണ്ടും തള്ളൊക്കെ വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും അവിടെ വെച്ച് ഇടി തുടങ്ങുമെന്ന്, അവിടെയും ഇല്ല. പിന്നെ അങ്ങോട്ട് പോയി ആ ബോട്ടിനകത്ത് കുറച്ച് മണികണ്ഠനുണ്ട്. മണികണ്ഠൻ നല്ല രീതിയിൽ വർക്ക് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വെച്ച് ഒരു ഉണ്ടും തള്ളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെയും നടക്കുന്നില്ല. കുറച്ചൊന്ന് പടം ഒന്ന് ഹൈ ആവുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു ഇത് വരുന്നുണ്ട്, ഒരു ഫൈറ്റ് വരുന്നുണ്ട്. അതിനകത്ത് ആ പടം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിയിലോട്ട് വന്നത്. പക്ഷേ അത് ചീറ്റിയ പടക്കം പോലെ അവിടെയും അങ്ങ് നിന്ന്. പിന്നെ അതിന് ഇൻ്റർവെല്ലിലോട്ട് വരുമ്പോഴാണ് രാജ് ബി ഷെട്ടിയുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. രാജ് ബി ഷെട്ടി ഇതിനകത്ത് റൊമാൻറ്റിക്കൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ റൊമാൻറ്റിക് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ ഇതിനകത്ത് ചുമ്മാതെ എടുത്തിട്ടേക്കുന്ന ഒരു എനിക്ക് തോന്നിയത്. പക്ഷേ വന്ന സീനൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ പഴയ ഒരു ഫൈറ്റ്, ഒരു ഇടിപ്പടം പ്രതീക്ഷിച്ച് പോകുന്നവർക്കൊക്കെ നിരാശയായിരിക്കും അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ. പിന്നെ ക്ലൈമാക്സിലോട്ട് വരുമ്പം പിന്നെ വെള്ളത്തിനടിയിൽ വെച്ച് കുറച്ച് സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അകത്തുള്ള സീനൊക്കെ. പിന്നെ അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷ പോയ ഒന്നും കിട്ടിയില്ല. എനിക്കത് കിട്ടാത്ത ഒരു നിരാശയുണ്ട്. കാരണം ഒരു ഇടിപ്പടം പ്രതീക്ഷ പോയി ഒരു പടം കണ്ടിട്ട് ഇറങ്ങിയത് അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു വൈബിന് പോയി കാണാം. എന്നിട്ട് ചിലപ്പോൾ ഒരു നല്ലൊരു ഹൗസ്ഫുള്ളുള്ള ഷോയിൽ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഒത്തിരി ഫ്രണ്ട്സുകളാണ്, ഒരു കൊട്ട് ഫ്രണ്ട്സുമായിട്ട് പോയി ഒരു പാക്കേജായിട്ട് പോയി ഇരുന്ന് കാണാൻ പറ്റി. എന്ന് വെച്ചാൽ കുറേ കൈയടിക്കേണ്ട സീനൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷ അത്രയും ഈ ഒരു പടം വന്നിട്ടില്ല. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റ് വെച്ചാണ് തോന്നിയത്, അത്ര വന്നില്ല. പിന്നെ ഡയറക്ഷൻ്റെ സെക്കൻഡ് ഹാഫിലെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കടലിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അവർ കുറച്ച് ഈ കടലിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് സൈഡിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് ഓരോരുത്തരുടെ ക്ലോസ് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഒരാളുടെ ക്ലോസ് ഷോട്ട് ഗ്രേ കളറും ഒരാളുടെ ക്ലോസ് ഷോട്ട് നീല ഒരു ഡാർക്ക് നീല കളറുമായിരുന്നു. അപ്പോൾ രണ്ട് അവിടുത്തെ അത് കളർ ഗ്രേഡിങ് ഇച്ചിരി വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ കുറച്ചൊക്കെ നമുക്കറിയാം, ഈ കൂടുതലും പേർക്ക് അറിയത്തില്ല, എനിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. കുറച്ചൊരു ബോട്ടിൻ്റെ അകത്തൊക്കെ വെച്ചുള്ള സീനൊക്കെ കുറച്ചൊക്കെ ഈ നമ്മളിൽ ബോട്ടിട്ട് കുലുക്കും പുറയിലില്ല ഗ്രീൻ സ്ക്രീനിൻ്റെ ഒക്കെ എടുത്ത് മാറ്റി കാണിക്കുന്നതെന്നൊക്കെ അറിയാം. കുറച്ചൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എങ്കിലും ടോട്ടലി നോക്കുവാണെങ്കിൽ ആ മേക്കിംഗ് ഒക്കെ കുഴപ്പമില്ലാത്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഒരു ഇടിപ്പടം പ്രതീക്ഷിച്ച് പോയി, അത് കിട്ടിയിട്ടില്ല. ട്രെയിലറിൽ കാണിച്ചേക്കുന്ന കുറച്ച് പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളൂ ഇതിനകത്ത്, അല്ലാതെ വേറെ. പിന്നെ കാണാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കുക. എനിക്കത്ര വർക്കായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ പ്രതീക്ഷ പോയ ആ പരിപാടി കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഓണം വലിയ വരാൻ പോകുന്നത്, ഇപ്പം 3 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ടോട്ടലി എല്ലാത്തിനും നല്ല പോസിറ്റീവ് റെസ്പോൺസൊക്കെ കിട്ടുന്നുണ്ട്. അജയൻ്റെ രണ്ടാം മോഷണം, അതിന് ഇച്ചിരി നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പോഴും നല്ല, ഞങ്ങളൊക്കെ കാണുമ്പോൾ എപ്പോഴും നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിലൊക്കെ. കൊച്ചു പിള്ളേർക്കൊക്കെ ഇപ്പോൾ സ്കൂൾ അടവൊക്കെ ഇല്ലയോ, മറ്റേ 3D ഒക്കെ കാണുവാണെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണവും ഈ കൊണ്ടയിലും എല്ലാം പോയി കാണും. അപ്പം എല്ലാവർക്കും ഒരു ഓണം ആശംസകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വന്നിട്ട്